ഇതന്നെ മോനെ ടിക്കറ്റ് പോലെ ഇരിക്കണ ഈ സാധനം. ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യക്ഷേത്രം കാണാനുള്ള പാസ് 25 രൂപയാണ് ഇന്ത്യക്കാർക്ക്, 300 രൂപ വിദേശികൾക്ക്. എൻ്റെ ദൈവമേ, ഭയങ്കര പൈസയാണുള്ളത്. അതുകൊണ്ട് ഇത് ഈ AD 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലും ഉള്ള സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്ര രൂപ ചിലവായിട്ടുണ്ട് അതിൻ്റെ പണികൾക്കൊക്കെ. സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, ഇഷ്ടംപോലെ മരങ്ങളും നല്ല മൈതാനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മൊത്തം 1000 രൂപ. അത് നോക്കിയേ, അത് കണ്ടു. ഇതാണ് സൂര്യക്ഷേത്രം. അതെന്ത് ഭംഗിയാ. ഈ കുളം കണ്ട, ഈ കുളത്തിന് ചുറ്റും കണ്ട് 108 ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, കൊണ്ട് ഒരു കുളം പണ്ട് കാലത്ത് വെള്ളം ശേഖരിക്കാനും കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അന്നത്തെ കാലത്തായതുകൊണ്ട് അതൊക്കെ നടന്നു പോയി. രാജാക്കന്മാരുടെ കാലമല്ലേ, കാര്യമായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പണികളെങ്ങനെ ഉണ്ടെച്ചാ? പണികളൊക്കെ ഉഗ്രം പണി, നല്ല പണി, നല്ല ഭംഗി. എത്ര ആളുടെ പണിയായിരിക്കും ഇത്. ഇത് എത്ര നാളത്തെ പണിയായിരിക്കും അല്ലേ. 100-100 കൊല്ലം എടുത്തു തോന്നുന്നു. ഏതായാലും ഭയങ്കര പണിയായിപ്പോയി. എന്തോരം ജനങ്ങളെ അന്ന് കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ, രാജാക്കന്മാരെ കാലല്ലേ. ഇഷ്ടം പോലെ അടിമകളൊക്കെയാണ് പണിയിപ്പിക്കാലോ. പിന്നെ ഇതാണ് നൃത്തമണ്ഡപം. കണ്ട, അടിപൊളി പണിയാ. അപ്പോൾ ഇവിടെയായിരുന്നു നൃത്തങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആയിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ ഈ നൃത്തം ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കും വലിയ കെട്ടിടം പണിയില്ലല്ലോ. നൃത്തമണ്ഡപമുണ്ട്, അതിനപ്പുറം ഹാള് 8 മുഖം ഉണ്ടെന്നാണ് പറഞ്ഞത്. 8 മുഖമോ? ഒരു ഭയങ്കര അതാണ് ഇപ്പോൾ ഇത്. അതാണ് ഈ കാണുന്നതാണെന്ന് വെച്ചാൽ ഇത് മറ്റേ ഈ പ്രതിഷ്ഠയുള്ള സ്ഥലം. പക്ഷെ ഇപ്പം പ്രതിഷ്ഠയൊന്നും ഇല്ല കേട്ടോ. പ്രതിഷ്ഠയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അത് ആരും അടിച്ചുകൊണ്ട് പോയിരുന്നാണ്ടാ കേട്ടത്. അപ്പോൾ കാവക്കാരൊന്നും ഇല്ലായിരുന്നോ ഗവൺമെൻറ് ഏറ്റെടുത്തത്? കാവൽക്കാരുടെ ആ സമയത്ത് അതിന് മുമ്പത്തെ കേസാണ്. അതാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം കഴിഞ്ഞപ്പോൾ ഇതാണ് അത്ര വലിയൊരു സൂര്യക്ഷേത്രം. അങ്ങനെ അതിനങ്ങനെ സൂര്യക്ഷേത്രം എന്ന് പേര് കിട്ടാൻ കാരണം സൂര്യദേവനെയല്ല അവർ ആരാധിച്ചിരുന്നത്. അങ്ങനെ, അതാണ് സൂര്യക്ഷേത്രം. ഏതായാലും ഭയങ്കര പണി തന്നെ. ഇത് കണ്ടുപിടിച്ചവരാണ് ഭയങ്കരമാർ. ഇന്നത്തെ കാലത്ത് അത്രയൊന്നും കണ്ടുപിടിക്കാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അന്ന് ഒന്നുമില്ലാത്ത സമയത്ത് ഇരിക്കുന്ന കണ്ടുപിടുത്തമൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനത്തെയുള്ള പണി പണിതാണ്. ഇന്നാണ് ഏത് പണി, അതൊന്നും പറ്റില്ല. ഇന്ന് മെഷീനറി വർക്കല്ലേ. മെഷീനറി ഇത് കൈകൊണ്ട് ചെയ്ത പണികളല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് മൊട്ടേറ സൂര്യക്ഷേത്രം.